നമ്മൾ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ മനുഷ്യപ്രതി ജർമ്മനിയിൽ നടന്നത്. ഒരു വംശഹത്യയുടെ പേരിൽ കൺമുന്നിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരതയെ ലോകം എല്ലാ കാലത്തും അടയാളപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ മനുഷ്യഹത്യ നടന്നത് ആ സമൂഹം ആ കാലത്ത് എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അമ്പരന്നിട്ടുണ്ട്. അതേ കണ്ടുകൊണ്ട് നമ്മൾ ആനുകാലിക രാഷ്ട്രീയത്തിൽ ലോകക്രമത്തിൽ നടക്കുന്ന പല യുദ്ധങ്ങളെയും നിസ്സംഗരായി നോക്കിക്കാണാറുണ്ട്. നമ്മൾ അമ്പരക്കുന്ന ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അവിടെ പോലീസില്ലേ, അവിടെ പട്ടാളമില്ലേ, അവിടെ രാഷ്ട്രീയമില്ലേ, അവിടെ സർക്കാരില്ലേ, അവിടെ പൊതുപ്രവർത്തകരില്ലേ, അവിടെ വിദ്യാസമ്പന്നരായ മനുഷ്യരില്ലേ എന്നുള്ളത്. അതേ നമ്മൾ ഇവിടെ നമുക്ക് അത് തന്നെ കാണേണ്ടി വരികയാണ്. നമ്മുടെ നാട്ടിൽ ജോലി തേടി വന്ന ഒരു മനുഷ്യനെ 3 മണിക്കൂർ തല്ലി കൊന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ണിന്റെ മുന്നിൽ കാണുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിന് മുന്നിൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. നാളെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെറുപ്പ് നമ്മുടെ നേരെ ആരോപിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ കൂട്ടമായി ചേരുന്ന വേട്ടമൃഗങ്ങളായി നമ്മുടെ ചുറ്റുമുള്ളവർ മാറുന്നത് നമ്മൾ കാണേണ്ടി വരും. ഒരു വെറുപ്പിന്റെ ഒരു ഐഡന്റിറ്റി നമ്മുടെ മുന്നിലേക്ക് ആരോപിച്ചാൽ മതി, ഒരു ആരോപണം മാത്രം മതി, അവിടെ വരെ നമ്മുടെ സുരക്ഷയുള്ളൂ. എനിക്കിതിനകത്ത് വലിയ അമ്പരപ്പൊന്നും തോന്നുന്നതില്ല, ഒരമ്പരപ്പും ഇല്ല ഈ കാര്യത്തിൽ. കാരണം അമ്പരപ്പില്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ഈ കേരളത്തിൽ വന്ന് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആർക്കും ഏതൊരു സംസ്ഥാനത്തും പോയി ജോലി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾ പൊതുവേ കാണുന്നൊരു കാര്യം, ഈ അതിഥി തൊഴിലാളികൾ, കോട്ടാൻകോട്ട് നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികളെ പൊതുവെ എങ്ങനെയാണ് മലയാളി സമൂഹം കാണുന്നത്? അവരുടെ തൊഴിലും അവരുടെ ശാരീരിക അധ്വാനവും നമ്മൾ ഉപയോഗിക്കുകയും അവരെ തന്നെ വെറുപ്പോടെ വീക്ഷിക്കുകയും ചെയ്തൊരു മനോഭാവം മലയാളിക്കുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ കഴിയും. കാരണം അവർ ഹോട്ടലിൽ പണിയെടുക്കുന്നു, വീട് പണിയെടുക്കുന്നു. ഇന്ന് കേരളത്തിൽ കാണുന്ന ഉയർന്നു വന്നിരിക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ അവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ കാണുന്നത് കൃഷിപ്പണിക്കൊക്കെ നാട്ടിലുള്ള ആളുകളല്ല കൃഷിപ്പണി ചെയ്യുന്നത്. ഈ പറയുന്ന അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന, അന്യ സംസ്ഥാനം എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെയാണ് ഇന്ന് കേരളത്തിൽ കൃഷിപ്പണിക്ക് ഉൾപ്പെടെ അവരാണ് കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരോടൊക്കെയുള്ള കേരളത്തിലുള്ള ആളുകളുടെ മനോഭാവം എന്താണ്? വളരെ അടിമതുല്യമായ, അവരെ അടിമകളെ പോലെ കാണുന്ന, അവരെ ഹീനമായി കാണുന്ന ഒരു മനോഭാവം മലയാളി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയും അതേ സമയത്ത് തന്നെ അവരെ ഹീനമായി കാണുന്ന, അവരെ അപരമനുഷ്യരായി കാണുന്ന ഒരു മനോഭാവം കേരളത്തിലുടനീളം ഉണ്ട് എന്നുള്ളതാണ്. ആ മനോഭാവം വരുന്നത് ജാതി വ്യവസ്ഥയുടെ മനോഭാവത്തിൽ നിന്നാണ്, അതിൻ്റെ ഉറവിടം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ മാറി പറഞ്ഞൊരു കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ വരികയാണ്. അതിലൊന്ന്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ പേരുകളല്ലേ ഇതിനകത്ത് വായിച്ചു, ഞങ്ങളില്ല നിങ്ങളുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ട്, കേവലം ഒരു കക്ഷി രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇത് മാറുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത്തരം ജാതീയമായ ഹിംസകളുടെ കാര്യത്തിൽ, ജാതീയമായ ആക്രമണ കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയവും നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ആരെയാണോ ആക്രമിക്കേണ്ടത് അതിലെല്ലാ കക്ഷികളും തുല്യരാണ് എന്നുള്ളതാണ്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പറയുന്ന അടിമതുല്യരായി കാണപ്പെടുന്ന, അടിമതുല്യരായി ഇന്ത്യൻ ജാതി വ്യവസ്ഥ സ്ഥാപിച്ചിട്ടുള്ള മനുഷ്യരോടുള്ള ആക്രമണം നിർവഹിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരള സമൂഹം കാണണം, പൊതുസമൂഹം കാണണം എന്നുള്ളതാണ്. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് ജാതി നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മളിതിനകത്ത് പുരോഗമന പാർട്ടിയാണെന്ന് പറയും, ഞങ്ങൾ മതനിരപേക്ഷതയുടെ വക്താക്കളാണെന്ന് പറയും. പക്ഷേ ഈ പറയുന്ന എല്ലാ കക്ഷികളും കൂടെ ചേർന്നിട്ടാണ്, നമ്മൾ മധുവിൻ്റെ വിഷയം എടുത്ത് പരിശോധിക്കണം. അതുപോലെ കേരളത്തിൽ നടന്ന വ്യത്യസ്ത ആൾക്കൂട്ട ഈ പറയുന്ന ജാതിഹിംസകൾ, വ്യത്യസ്ത ജാതിഹിംസകൾ, കേരളത്തിലുടനീളം നടക്കുന്ന ജാതിഹിംസകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അതിനകത്ത് പുരോഗമനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരും വലത്തുപക്ഷത്ത് നിൽക്കുന്നവരും എല്ലാവരും ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണ്? അതിന്റെ രാഷ്ട്രീയം എന്താണ്? അതിന്റെ രാഷ്ട്രീയം ജാതിയുടെ രാഷ്ട്രീയമാണ്, പുറന്തള്ളൽ ഹിംസയുടെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സഹോദരൻ അയ്യപ്പൻ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ മനുവിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ് എന്ന് പറഞ്ഞാൽ മനുസ്മൃതി സൃഷ്ടിച്ചതുപോലെ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് രാംനാരായൺ എന്ന് പറയുന്ന മനുഷ്യനെ ഹീനമായി ആക്രമിക്കാനും കൊല്ലാനും മലയാളി സമൂഹത്തെ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഈ പുരോഗമനം അതുപോലെ മതേതരം എന്നൊക്കെ പറയുന്നത് ഇത് മലയാളിയുടെ അടിത്തട്ടിലേക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. കേരള നവോത്ഥാനം ഇനി എന്ത് എന്ന ചോദ്യം ഇവിടെ ചോദിക്കണം. നമ്മൾ നവോത്ഥാനം എല്ലാം അങ്ങോട്ട് സ്വാംശീകരിച്ചിട്ട് നമുക്കിനി മലയാളി സമൂഹത്തിന് ഒന്നും പഠിക്കാനില്ല, മലയാളി സമൂഹം ഇനി ഒന്നും തന്നെ ആർജിക്കാനില്ല, എല്ലാം തികഞ്ഞു, നമ്മൾ 916 സ്വർഗത്തിലാണ്, നമ്മളിനി ഉത്തരേന്ത്യയിലാണ് പ്രശ്നം മുഴുവൻ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള മനോഭാവം മലയാളികൾ ഉപേക്ഷിക്കണം. കാരണം മലയാളികളുടെ മനസ്സിൽ ആകമാന വെറുപ്പിന്റെ രാഷ്ട്രീയമുണ്ട്. ആ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പത്തി കേന്ദ്രം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്, ജാതിഹിംസയാണ്, ഇസ്ലാമോഫോബിയ ഉൾപ്പെടെ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഞാൻ നേരത്തെ വേണുവിനോട് ചോദിച്ചു, ഇതാ നിരന്തരം ഇപ്പോ മലയാളികൾ ശരിയാണ്, നമ്മുടെ നവോത്ഥാനം ഒരു കാലഘട്ടം വരെ നല്ല മാർഗത്തിൽ പോയിരുന്നു. പക്ഷെ ഇതിപ്പോൾ നിരന്തരം പ്രൊപ്പഗാൻഡ, നിരന്തരം ഇത്തരം രാഷ്ട്രീയ ആവശ്യങ്ങൾ, നിരന്തരം ഇത്തരം വംശീയമായിട്ടുള്ള വിദ്വേഷം, വെറുപ്പ്, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, വിഷയങ്ങളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലതരം രാഷ്ട്രീയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ ഒക്കെ പിൻപറ്റി ഇത്തരത്തിൽ വർഗീയത, ഇത്തരത്തിൽ വംശീയത, ഇത്തരത്തിൽ വെറുപ്പ്, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ ആരാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയമായി ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ ആ രാഷ്ട്രീയത്തിൽ നിന്ന് പറയുന്നു, മറ്റൊരാൾ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയും. ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർക്ക് പോലും രാഷ്ട്രീയത്തിന്റെ ചാപ്പ കുത്തി കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ നിശബ്ദരാക്കുന്നത്. നിന്ന നിൽപ്പിൽ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലോ വലത് രാഷ്ട്രീയത്തിലോ ഇടത് രാഷ്ട്രീയത്തിലോ ചാപ്പ ഏൽക്കുകയാണ്, പിന്നീട് അവർക്ക് നിശബ്ദരാകേണ്ടി വരികയാണ്. ആ നിലയ്ക്ക് നവോത്ഥാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും നിശബ്ദമാക്കിക്കൊണ്ട് തന്നെയാണ് വെറുപ്പ് വേര് പിടിക്കുന്നത്. തീർച്ചയായിട്ടും കേരളം ഇപ്പൊ കുറച്ച് ചാപ്പകുത്തലിന്റെ രാഷ്ട്രീയം നമ്മൾ ഇവിടെ കണ്ടതാണല്ലോ. ശ്യാംകുമാർ.
ഇങ്ങനെ ഈ ചാപ്പകുത്തലിന്റെ രാഷ്ട്രീയത്തിലൂടൊന്നും ഞാൻ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള സമൂഹം മുഴുവനായിട്ട് ഈ പറയുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം ഏറ്റെടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു എന്താ പറയുന്ന പ്രത്യാശയുടെ വിമോചനത്തിന്റെ രാഷ്ട്രീയം കേരള സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ ദളിത് പിന്നോക്ക സ്നേഹം അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തമസ്കരിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഹിന്ദുത്വവാദികളുടെ പക്ഷത്തു നിന്നുണ്ടാകും. സംശയരഹിതമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരള സമൂഹം എന്ന് പറയുന്നത് നാരായണ ഗുരുവിന്റെ മണ്ണാണ് കേരളം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. നാരായണ ഗുരുവിന്റെ മണ്ണാണ്. അത് പറയാൻ കാരണം കടക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം വനിതയുമായിട്ടുള്ള സംഭാഷണ മധ്യേ നാരായണ ഗുരുസ്വാമികൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണ് ഈ മുസ്ലിം വനിത, അതുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ മണ്ണാണിത്. അതുകൊണ്ട് നാരായണ ഗുരുവിന്റെ ഈ സാഹോദര്യത്തിന്റെ ആശയം കേരളത്തിലുള്ള ആളുകൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രത്യാശ. അതുകൊണ്ട് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് നീണ്ട കാലത്ത് നിലനിൽക്കാൻ കഴിയുകയില്ല. വെറുപ്പിന്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാമെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് കേരള സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നുമാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നതെങ്കിൽ നാരായണ ഗുരുവും ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെ മുന്നോട്ട് വെച്ച സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് കേരള സമൂഹം ഈ വെറുപ്പിനെ പരാജയപ്പെടുത്തും, സ്നേഹത്തിന്റെ രാഷ്ട്രീയം വിജയിക്കുമെന്ന് എന്നുള്ളത് തന്നെയാണ് എന്റെ അഗാധമായ പ്രത്യാശ. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഒരു എന്താ പറയുന്ന ഒരു നീണ്ടകാല ഭാവി നമുക്ക് ചരിത്രത്തിൽ കാണാനില്ല. ചരിത്രത്തിൽ നീണ്ടു നിൽക്കുക താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മനുഷ്യരെ പരസ്പരം പോരടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അത് ശ്യാംകുമാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് എവിടെയെങ്കിലും പിഴയ്ക്കുമ്പോൾ, എവിടെയെങ്കിലും തെറ്റിയെന്ന് തോന്നുമ്പോൾ, എവിടെയെങ്കിലും മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ ഗുരുവിലേക്ക് നോക്കൂ എന്ന് പലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വഴികളിലേക്ക് കേരളം തിരിഞ്ഞു നോക്കട്ടെ എന്നുള്ള പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്.